റാഞ്ചി ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്കെതിരെ മികച്ച ലീഡിനായി ഇംഗ്ലണ്ട് പൊരുതുകയാണ്. 46 റൺസിന്റെ ഒന്നാം ഇന്നിംഗ്സ് ലീഡ് നേടി ഇംഗ്ലണ്ടിന്. പക്ഷേ രണ്ടാം ഇന്നിംഗ്സിൽ ബാറ്റിംഗ് തകർച്ചയാണ്. 120 റൺസ് എടുക്കുന്നതിനിടെ 5 വിക്കറ്റുകൾ നഷ്ടമായി. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസ്തവ് ചേർന്നു. അനിൽ, 5 വിക്കറ്റ് നഷ്ടമാണെങ്കിൽ അധികം 100-150-60 റൺസിൽ എറിഞ്ഞിടാവുന്നേ ഉള്ളൂ അല്ലേ? അങ്ങനെ തന്നെയാണ്. വലിയ പ്രതീക്ഷയിലാണ് ഇന്ത്യൻ ബൗളർമാർ. പ്രത്യേകിച്ച് സ്പിന്നിനെ കൂടുതൽ തുണയ്ക്കുന്ന കാഴ്ചയാണ് ഈ റാഞ്ചി ടെസ്റ്റിന്റെ 3-ാം ദിനത്തിൽ കാണുന്നത്. ഇന്ത്യക്ക് ഇന്ന് 3 വിക്കറ്റ് നഷ്ടമായി. അങ്ങനെ ഇന്ത്യ ഒരു 307 പുറത്തായി. ഇംഗ്ലണ്ടിന് ഒരു 46 റൺസിന്റെ ലീഡ് കിട്ടിയതാണ്. പരമ്പരയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു മേൽക്കൈ ഇംഗ്ലണ്ടിന് വരുന്നത്. പക്ഷേ അത് വീണ്ടും ഇന്ത്യ തിരിച്ചു പിടിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. പ്രത്യേകിച്ച് അശ്വിനും കുൽദീപും ചേർന്നുള്ള സഖ്യം ഇംഗ്ലണ്ടിന്റെ ടോപ്പ് ഓർഡേഴ്സിനെ ആദ്യ 5 വിക്കറ്റുകളും ഇപ്പോൾ പുറത്താക്കി കഴിഞ്ഞു. വെറും 120 റൺസ് മാത്രമാണ് സ്കോർ ബോർഡിലുള്ളത്. അങ്ങനെ ആകെ ലീഡ് 166. ഇന്ത്യക്ക് മനസ്സ് വെച്ചാൽ, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഈ മികച്ച പ്രകടനം തുടർന്നാൽ ഹാഷ്മി പറഞ്ഞതുപോലെ തന്നെ ഒരു 150 അല്ലെങ്കിൽ 200-നുള്ളിൽ തന്നെ അവരെ എറിഞ്ഞിട്ട് ഒരു 250 വിജയലക്ഷ്യമെങ്കിൽ ഇന്ത്യക്ക് വലിയ പ്രതീക്ഷയാണ്. ഈ പരമ്പരയിലെ ഇപ്പോൾ 2-1 മുന്നിലാണ് ഇന്ത്യ. ഈ മത്സരം കൂടി ജയിച്ചാൽ പരമ്പര സ്വന്തമാക്കാം. ഒരു ടെസ്റ്റ് കൂടി ബാക്കിയുണ്ട്. പക്ഷേ അതിന് കാത്തു നിൽക്കാതെ ഈ ടെസ്റ്റിൽ തന്നെ വിജയം ഒരുക്കാമെന്നുള്ളതാണ്. പക്ഷേ ഇനി മുന്നിലുള്ളത് ബെയർസ്റ്റോയാണ്. ഒപ്പം തന്നെ ഫോക്സ് ഉണ്ട്. ഇതുപോലെ ആദ്യ ഇന്നിങ്സിൽ ഫോക്സ് ഒരു ചെറുത്തുനിൽപ്പ് നടത്തിയതാണ്. അപ്പോൾ രണ്ടാം ഇന്നിങ്സിലും ഫോക്സിലാണ് മറ്റൊരു പ്രതീക്ഷ വയ്ക്കുന്നത്. അങ്ങനെ ഈ ഒരു 2 പേരെ കൂടി പുറത്താക്കിയാൽ ബാറ്റർമാർ എന്ന കണത്തിലുള്ള ആളുകളൊക്കെ തന്നെ പുറത്താവും. പിന്നീട് വരുന്നത് ടൈലൻഡറിലുള്ള ബൗളേഴ്സാണ്. അപ്പോൾ ഇന്ത്യ പെട്ടെന്ന് തന്നെ ഈ 2 പേരെ കൂടി പുറത്താക്കാനുള്ള ശ്രമത്തിലാണ്. വിജയപ്രതീക്ഷയിലേക്ക് ഇന്ത്യ വരുന്നുണ്ട് ഹാഷ്മി. ഓക്കെ.